നവീൻ ബാബുവിന്റെ മരണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്ന CPIM നേതാവാണ് CPIM കോന്നി ഏരിയ കമ്മിറ്റി അംഗം മലയാലപ്പുഴ മോഹനൻ. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നു. വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന്. അങ്ങ് ഈ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നില്ല. കാരണം ആദ്യം മുതൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച ഇപ്പോഴും ഒരു ദുരൂഹ മരണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതേ സംബന്ധിച്ച് പാർട്ടി എന്ന തലത്തിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, പുതിയ ജില്ലാ സെക്രട്ടറി ആജുബ് ഇന്നലെ മാധ്യമങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാന ലെവലിൽ പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട ആളും അവർ പറയട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ഈ മലയാളപ്പുഴ നിവാസികൾ എന്ന രീതി ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കുടുംബത്തിൻ്റെ അഭിപ്രായത്തോടൊപ്പം മലയാളപ്പുഴ മുഴുവൻ ആളുകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്, അവർ ഇനി ഡിവിഷണൽ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി തൃപ്തികരമല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അപ്പീൽ പോകും എന്ന കുടുംബത്തിന് തന്നെ പറഞ്ഞത്. സുഖന ഡിവിഷൻ ബെഞ്ചുണ്ട്, അതിന് മുകളിലും കോടതിയുണ്ട്. സുപ്രീം കോടതി വരെ അപ്പീൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികം സംബന്ധിച്ച് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരും എന്നാണ് ആ കുടുംബം പറഞ്ഞത്. ആ കുടുംബത്തോടൊപ്പം ഞാനും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഉണ്ടാവും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല എന്നാണ് മഞ്ജുഷ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിൻ്റെ മേൽനോട്ടത്തിന് കണ്ണൂർ റേഞ്ച് DIG ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആ അന്വേഷണത്തിലും തൃപ്തിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം വന്നാലും ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് പോകില്ല എന്നാണ് മഞ്ജുഷ കരുതുന്നത്. അത് അന്വേഷണം ആഴത്തിൽ നടത്തിയെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ കഴിയൂ. അത്തരം യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അതുകൊണ്ടാണ് നീതിപൂർവമായ അന്വേഷണം വേണം എന്ന് പറയുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമുക്ക് ധാരണയില്ല. അന്വേഷണം പല സന്ദർഭങ്ങളും പലതാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അന്വേഷണത്തെ സംബന്ധിച്ച് ആദ്യം മുതലേ നമുക്ക് സംശയങ്ങൾ നിലനിൽക്കുക. ആ സംശയങ്ങൾ ഇതുവരെ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇനിയിപ്പോൾ പുതിയ അന്വേഷണ സംഘമാണെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുമോ? സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന തരത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആദ്യമുണ്ടായ സംശയങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ വ്യത്യസ്ത അഭിപ്രായം തന്നെ ഉണ്ട്. ആ അഭിപ്രായത്തോട് ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ആ നിലവിളി തന്നെ നിൽക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊട്ടേറെ സംശയങ്ങൾ, ആ സംശയങ്ങൾക്കൊന്നും വ്യക്തത വരുത്താൻ ഒരു അന്വേഷണ സംഘത്തിന് ഇതുവരെ ആയിട്ടില്ല. പ്രത്യേകിച്ച് മഞ്ജുഷയുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമല്ല, ആ രീതിയിലേക്ക് അന്വേഷണം പോകുന്നില്ല. സ്വാഭാവികമായി അന്വേഷണം നടന്നു പറഞ്ഞാൽ ആദ്യം വന്ന ഒരു SI അന്വേഷണം നടത്തി കണ്ണൂർ. ആ SI വന്ന അന്വേഷണം സംബന്ധിച്ച് 1 മണിക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ചൊരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥയെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അവരന്വേഷണം നടത്തി. അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ SIT അന്വേഷിച്ചത്. ഇതെല്ലാം വന്നപ്പോഴും തൃപ്തികരമായ ഒരു അന്വേഷണം ആണെന്ന് ബോധ്യപ്പെടാൻ ഇതുവരെ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അഭിപ്രായം അതല്ല, വ്യത്യസ്ത അഭിപ്രായം തോന്നുന്നുണ്ടല്ല. ഇപ്പോൾ ഇരുകൂട്ടരും അവരവരുടെ വാദഗതികൾ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഹൈക്കോടതി ഒരു CBI അന്വേഷണം വേണ്ട എന്ന രീതിയിലേക്ക് പോയത്? ഇപ്പോൾ പോലീസ് കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൻ്റെ എല്ലാ വിവരങ്ങളും അതിൽ കാണുമല്ലോ. അതൊക്കെ നോക്കിയിട്ടാണല്ലോ ഹൈക്കോടതി അങ്ങനെ ഒരു വിധിയിലേക്ക് പോയത്. അതിൽ ആദ്യം മുതൽ മനസ്സിലാകുന്നത് SITയോട് കോടതി ഇതിന് വിശദീകരണം ചോദിച്ചപ്പോൾ അതുവരെ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലായത്. അതിനുശേഷം ഉണ്ടാക്കിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഈ ദുരൂഹത ബോധ്യപ്പെടാൻ ഇതുവരെയുള്ള അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക ഇപ്പോഴും നിൽക്കുകയാണ്. അതാണ് ആ കുടുംബവും അതിന് ഭാര്യയും എല്ലാം പറഞ്ഞത്. ആദ്യം മുതലുണ്ടായ സംശയത്തിന് ഇതുവരെ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കയറിൻ്റെ വലിപ്പം, അതിൻ്റെ വീതി, ഇതെല്ലാം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിനെ പോലെ അത്രയും ഭാരമുള്ള ഒരാൾ
അവർക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു കയറായിരുന്നില്ല അത്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വേണ്ടത്ര വൈദഗ്ധ്യമുള്ള ആളുകളാണ് പറയേണ്ടത്. അഭിപ്രായം നമ്മളല്ല അതിനെപ്പറ്റി പറയേണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തി സംബന്ധിച്ചാണ്, ആ പോസ്റ്റ്മോർട്ടം പോലും തൃപ്തികരമല്ലായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം നടപടി വേണ്ട രീതിയിൽ നടന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടിയും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തൃപ്തികരമല്ല, സംശയങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അത് ആദ്യം മുതലേ പറഞ്ഞ വിഷയമാണ്, സംശയങ്ങൾ അതിനകത്തുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമേ അവിടെ കാണുന്നില്ല. വേണ്ടത് നമ്മൾ ഈ പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിഷയതയാണ്, എന്തുകൊണ്ടൊന്നില്ല. അതല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടതായ ഏതെങ്കിലും നടപടി നിയമപരമായി സ്വീകരിക്കേണ്ട ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത് ഈ ഒരു മരണം സംബന്ധിച്ച് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും മഞ്ജുഷയ്ക്കും ഒപ്പം തന്നെ പ്രവീൺ ബാബുവിനൊക്കെ മനസ്സിൽ പല രീതിയിലുള്ള സംശയങ്ങൾ തോന്നാം. അതും അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. അല്ല, സ്വാഭാവികമായും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ മഞ്ജുഷ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ്. അതുതന്നെയാണ് മഞ്ജുഷയ്ക്കുള്ള സംശയങ്ങളെല്ലാം മഞ്ജുഷ വ്യക്തമായി പറയുന്നു. അതുതന്നെയാണ് മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് റിപ്പോർട്ട് കിട്ടാൻ സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഔദ്യോഗികമായി ആരും റിപ്പോർട്ട് കൊടുക്കാനുണ്ടോ? ഇല്ല. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളല്ലേ, കേൾക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനല്ലാതെ നിങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലല്ലോ. ആരെങ്കിലും പറയുന്ന കണ്ടൊന്നല്ല ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറയട്ടെ, ഈ മലയാളപ്പുഴയിലെ ജനങ്ങളെ സംബന്ധിച്ചോളം കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ദുരൂഹതയാണെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല. മലയാളപ്പുഴക്കാരിലെ ഒറ്റക്കെട്ടായി തന്നെ അക്കാര്യത്തിൽ നിൽക്കുകയാണ്. മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിനോട് ഒരു ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ പുതിയ ഒരു നേതൃത്വമൊക്കെ ജില്ലയിൽ വരികയാണ്, പഴയ നിലപാട് തന്നെയായിരിക്കുമോ നവീൻ ബാബുവിൻ്റെ ആ ഒരു വിഷയത്തിൽ കുടുംബത്തോട് ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റി ഒന്നൊന്നുമില്ല, ഏത് കമ്മിറ്റി ആണെങ്കിലും ഏത് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും തൻ്റെ അതേ നിലപാട് തന്നെയാണ് എന്നാണ് KP ഉദയഭാനു പറഞ്ഞത്. അങ്ങനെയാണ് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയത്. അത് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന്? ഇതുവരെ ഒരു മാറ്റമുള്ളതായിട്ടിരിക്കാം. CPM-നെ സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടായ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ ഇത് കഴിഞ്ഞപ്പോൾ ഇന്നലെ സംഭവം കോടതി വിധി വന്നതിന് ശേഷം പുതിയ സെക്രട്ടറി എന്നുള്ളൊരു സാഹചര്യം ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പം വ്യക്തമായ അഭിപ്രായം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചാൽ, അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചിട്ട് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മോശമാണെന്ന് കോടതി ഗവൺമെന്റ് പറയാൻ പറ്റുമോ? സ്വാഭാവികമല്ലോ. അത് ഗവൺമെന്റിലേക്ക് പറയും, ഗവൺമെന്റ് വെച്ച കമ്മീഷൻ റിപ്പോർട്ടെല്ലാം സ്പെഷ്യലായിപ്പോയെന്ന് പറയാൻ നോക്കൂ. അതല്ല, ഗവൺമെന്റ് ആ നിലപാടിൽ നിൽക്കാൻ കഴിയത്തില്ല, നിൽക്കും. അത് ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം അതുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു. ഇപ്പോൾ കോടതി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് അന്വേഷണം നിർത്തിവെക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് രണ്ട് തടസ്സമുണ്ട്. അങ്ങനെ അന്വേഷണം പിന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അതിനെതിരെ അപ്പീൽ പോകുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടോ? ഇതൊക്കെ ഹൈക്കോടതി അഡ്വക്കേറ്റ്മാരെ ആലോചിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരങ്ങനെ ചെയ്യുന്നുള്ള. അങ്ങ് ആദ്യം മുതൽ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം എന്നതിനപ്പുറം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകണോ? അല്ല, അതിനകത്തെ സംബന്ധിച്ച് പാർട്ടി എന്നുള്ള തരത്തിൽ പാർട്ടിക്കാര്യത്തിൽ ഒരു നിലപാടിൽ നിൽക്കുകയാണ്. ആ നിലപാടിന് വ്യത്യസ്തമായി അഭിപ്രായമില്ല. കാരണം പാർട്ടി ഇക്കാര്യത്തിൽ പിന്നെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഫലപ്രദമായി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പറയുന്നു. അതിന്റെ അവസാന വിധി വരട്ടെ, അപ്പം നമുക്ക് അതിനെ സംബന്ധിച്ച് വീണ്ടും അഭിപ്രായം പറയാൻ കഴിയും. ഒരു ചോദ്യം കൂടി. ഈ CPM-ന്റെ പ്രതിനിധി സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താങ്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു അഭിപ്രായം പറയാൻ പാർട്ടി അങ്ങേ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതായാണ് പുറത്തു വന്ന വിവരങ്ങൾ. അത് വാസ്തവമാണോ? അല്ല, അങ്ങനെ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ. ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ ഞാൻ ആളുകയല്ല, എന്നെ ചോദ്യപ്പെടുന്നില്ല. യാഥാർത്ഥ്യം അക്കാര്യത്തിൽ തെറ്റൊന്നുമില്ല. ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറയും, അത് ജില്ലാ സെക്രട്ടറി പറയും. സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ അവിടെയും പറയും. ഈ രണ്ട് കേന്ദ്രങ്ങളിൽ അഭിപ്രായം പറയുന്നിടത്ത് മൂന്നാമതൊരു അഭിപ്രായം പാർട്ടിയുടെ ആണെന്ന് പറയാൻ ഞാൻ ആളാണോ? ഞാൻ ഒരിക്കലും ആളല്ല. എനിക്കത് പറയാനും കഴിയില്ല. അത് ഞാൻ നേരത്തെ സംസാരിച്ച ബന്ധപ്പെട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടി അഭിപ്രായം പറയാൻ എന്നെ ആരും നിയോഗിച്ചിട്ടൊന്നുമില്ല. എന്നെ
എനിക്ക് അതിനുള്ള അവകാശവും അധികാരവും ഇല്ല. അക്കാര്യത്തിൽ ഉറപ്പാണ്. അക്കാര്യത്തിൽ നീ ഒരു വ്യത്യാസമൊന്നുമില്ല. നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള അന്വേഷണം അത് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് മലയാലപ്പുഴ മോഹനൻ പറയുന്നത്. ഒപ്പം തന്നെ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് താനും, ഒപ്പം തന്നെ ഈ മലയാലപ്പുഴ നിവാസികളും എന്ന് കൂടി മലയാലപ്പുഴ മോഹനൻ വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.